Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, Good, miss. good afternoon. Good afternoon. Yes. Good Good afternoon, afternoon. ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, we can Good start. afternoon, ma'am. Good afternoon. Once again, good afternoon to all. And who is going to do prayer? മാം സൈൻ ഇൻ ചെയ്യുന്നുണ്ട്. Prayer, please. Signing കഴിഞ്ഞല്ലേ മാം prayer? No. ആദ്യം prayer. നിങ്ങൾക്ക് അങ്ങനെയാണോ താല്പര്യം? മാം സൈൻ ഇൻ ചെയ്തിട്ട് പ്രെയർ ചെയ്യുന്നു. അവരെന്നെ സൈൻ ഇൻ ചെയ്യുന്നവരെ പ്രെയറിനവരെ വെൽക്കം ചെയ്യും. അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ലത്. Okay. So please carry on, please. It's up to ആക്ച്വലി you. നമുക്ക് ആർക്കും ഒരു പ്ലാനും ഇല്ല. ഞമ്മ ഗ്രൂപ്പിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ സൈൻ ഇൻ ചെയ്യുന്നവര് പ്രെയർ തോട്ട്സ് ആക്ഷൻ സോങ് ചെയ്യുന്നവരെ വെൽക്കം ചെയ്തിട്ട് പ്രെയർ തുടങ്ങാലേന്ന്. Okay, fine. ഓക്കെ, സൈൻ ഇൻ ചെയ്യുന്നവര്. Good afternoon, ma'am. My Good name is Sadira. Good afternoon, all friends. Welcome everyone to today's class. Our beloved teacher Jisha ma'am is ready to give us today's class gracefully and effortlessly. In today's class, thought is said by Arya, Unnimeri singing the prayer, the action song performed by Ramya Thomas, sign off presented by Anjumol. Unnimeri is welcome to present the prayer. Thank you, ma'am. Good morning, ma'am. My name is Unimeri. Press. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We will walk hand in hand, we walk hand in hand, we walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid, we are not afraid, we are not afraid today. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am. Okay, please carry on next. Next thought. ഗുഡ് ഈവനിങ് മാം, എൻ്റെ പേര് ആര്യ. തോട്ട് പറയട്ടെ. വിജയിക്കാൻ ഞാൻ എടുത്ത തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തുടരുകയില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം സർ. താങ്ക് യു മാഡം. Okay, next please. Ma'am, Ramya Thomas. Action song. Action song. Good afternoon, ma'am. Teddy bear, round. Teddy bear, touch the ground. Teddy bear, clap your hands. Teddy bear, jump up high. Teddy bear, polish your shoes. Teddy bear, go to the school. Thank you, ma'am. എന്റെ മോള് UKG-യിലാണ്, അപ്പൊ അവക്കടെ ടെസ്റ്റിലുള്ളതാണ്. That's very nice. മോളാണോ പ്രാക്ടീസ് ചെയ്തത്?
അല്ല, അവളെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോ അത് ആ കൂടെ പഠിച്ചതാ. അവൾക്ക് നന്നായിട്ട് അറിയാം, അവള് നന്നായിട്ട് ചെയ്യും. വിറയ്ക്കും ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യണത്. നമ്മൾ മാത്രമല്ല, പിന്നെ ഇനി ചെയ്യാൻ പോകുന്ന കൊച്ചു കുട്ടികളുടെ കൂടെയാണ്. നമുക്ക് ഒട്ടും അത് വരില്ല. അവരുമായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സിങ്ക് ആവും, മേജ് ആവും. വെരി ഗുഡ്. താങ്ക് യു. സോ വേറെ വേറെ നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു എടുത്തിരുന്നത്? മീൻസ് ഏത് യൂണിറ്റ് ആയിരുന്നു? ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ. ഒരു യൂണിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്. സോ ഞാൻ ഇപ്പൊ ഫസ്റ്റ് ബാച്ചിന് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഒന്ന് ഫ്രീ ആവുമ്പോ ഞാൻ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇട്ടേക്കാം കേട്ടോ. മിസ്സേ, ഞങ്ങൾക്കൊന്നും ടെസ്റ്റ് കിട്ടിയിട്ടില്ല മിസ്സേ. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലേ? എന്താ പറഞ്ഞിരിക്കണേ? എന്ന് തരുന്നല്ലോ പറഞ്ഞോ. ഈ വീക്കിൽ കിട്ടുന്ന എന്നോട് പറഞ്ഞേ. കോഴിക്കോടാണ്. അത് കുഴപ്പമില്ല, അത് കിട്ടും. വൈകാതെ വഴി കുറച്ച് പ്രോസസ് ഉണ്ടല്ലോ, അങ്ങനെ കുറെ പേർക്ക് ഇങ്ങനെ 10 ദിവസത്തിന്റെ ഉള്ളിൽ കിട്ടുന്ന പറഞ്ഞു. എന്റെ 10 ദിവസമൊക്കെ കഴിഞ്ഞു. ആണോ? ഓക്കെ, ഞാൻ ചോദിച്ചിട്ട് പറയാം. ഓക്കെ മാം. ഓക്കെ. സോ നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു? ഒന്ന് ബ്രീഫ് ചെയ്യാമോ ആരെങ്കിലും? വാട്ട് ഈസ് ഹെൽത്ത് പറഞ്ഞു, എന്താണ് ഹെൽത്ത് എന്ന് പറഞ്ഞു, ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു, സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങളാ പറഞ്ഞേ മിസ്. ഞാൻ അസൈൻമെന്റ് പോലെയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. നെക്സ്റ്റ് അസൈൻമെന്റ്, ആക്ടിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു തരാം. ഇത് അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചാനൽ ഒരു പ്രൊവൈഡ് ചെയ്യും. അതിനകത്താണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അസൈൻമെന്റ്. അതിന് അവിടുന്ന് മാർക്സ് ഇടും. മാർക്സ് അവിടെ പോയിന്റ്സ് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10 മാർക്സ് ആണെങ്കിൽ 10 പോയിന്റ്സോ അങ്ങനെ എന്തിനായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഈ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 വീക്സ് വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ചിലരുടെ ആദ്യം തന്നെ നോക്കി, ഇതൊരു വാല്യുവേഷൻ ടീം ഇരുന്നാണ് ചെയ്യുന്നത്, ആദ്യം നോക്കി കറക്റ്റ് ചെയ്ത് ചിലപ്പോൾ മാർക്ക് കിട്ടും. ബാക്കിയുള്ളവര് വറി ചെയ്യേണ്ട. വിത്തിൻ 3 വീക്സ് അത് വാല്യൂ ചെയ്തിരിക്കും. കാരണം ഒരു ബാച്ചിന്റെ അല്ലല്ലോ, പല ബാച്ചിന്റെ വരും. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ചെയ്ത നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യേണ്ടതാ, അത് സബ്മിറ്റ് ചെയ്യേണ്ട. അസൈൻമെന്റ് എന്ന് പറയുന്നത് മാത്രമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മള് ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു അല്ലെ? ഫസ്റ്റ് യൂണിറ്റ് അശ്വതി മിസ് ആണോ എടുത്തേ? അതെ അതെ. നമ്മള് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ യൂണിറ്റിന് നിങ്ങൾക്ക് അസൈൻമെന്റ് ഉണ്ട്. മാമിന്റെ തരും ഈ യൂണിറ്റിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്കിപ്പോ അരിസ്റ്റോട്ടിൽ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞു അല്ലെ, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് പറഞ്ഞു. യെസ്, ഹെൽത്ത് ഒന്നും കൂടെ പറയാം മിസ്. ഓഡിയോ ക്ലിയർ അല്ല. ആണോ? ആർക്കും ക്ലിയർ അല്ല? എനിക്ക് ഓക്കെയാണ്. ക്ലിയർ ആണോ? മെജോറിറ്റിക്ക് ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും നെറ്റ്വർക്ക് ഇഷ്യൂസ് വരാം. സോ ജസ്റ്റ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുക. ലൈക്ക് റേഞ്ച് അധികമുള്ള സ്ഥലത്തൊക്കെ ഒന്ന് മാറിയിരിക്കാനായിട്ടൊക്കെ നോക്കണം. ഓക്കെ, നമ്മളിപ്പോ ഹെൽത്ത് ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ യൂണിറ്റിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് ഫിലോസഫറുടെ ഒരു ഫ്രേസ് നമ്മൾ പറഞ്ഞിരുന്നു. ഏതാണ് ആ ഫ്രേസ്? സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. യെസ്, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി അല്ലെ? അതുപോലുള്ള ഫ്രേസസ് നിങ്ങൾ വേറെ കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ പറഞ്ഞാലും മതി. അങ്ങനെയുള്ള ഫ്രേസസ് നിങ്ങൾ വേറെ കേട്ടിട്ടുണ്ടോ? ഇല്ല?
ഹെൽത്ത് ഈസ് വെൽത്ത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് മിസ്. അതുപോലെ കേട്ടിട്ടുണ്ട്. യെസ്, അതുപോലുള്ള വേറെ എന്തെങ്കിലും? If wealth is lost, nothing is lost. If health is lost, something is lost. If character is lost, everything is lost. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ല മാം. ആണ്. പിന്നെ ഹെൽത്തി മൈൻഡ് റെസ്റ്റ് ഓൺലി ഇൻ എ ഹെൽത്തി ബോഡി. സൗണ്ട് മൈൻഡിനെ സൗണ്ട് ബോഡീനെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്. ഹെൽത്തി മൈൻഡ് റെസ്റ്റ് ഓൺലി ഇൻ എ ഹെൽത്തി ബോഡി. പിന്നെ ആരോഗ്യമില്ലാത്ത ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ലൈഫ് വിത്തൗട്ട് ഹെൽത്ത് ഈസ് എ മിസറി, വെർച്വൽ ഡെത്ത്. അതായത് ഹെൽത്ത് ഇല്ലാത്ത ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ്, ഏതാണ്ട് വെർച്വൽ ഡെത്ത് പോലെ, മരിച്ച പോലെ എന്നാണ് അത് പറയുന്നത്. ഈ ഫ്രേസസ് എല്ലാം എന്തിന്റെ ഇമ്പോർട്ടൻസാ പറയുന്നത്? ഇമ്പോർട്ടൻസ് അല്ലെ. അപ്പൊ നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം. നമുക്ക് നല്ലപോലെ കോൺസെൻട്രേഷനോട് കൂടി പഠിക്കാൻ, നമുക്ക് മാത്രമല്ല കുട്ടികൾക്കും പഠിക്കാൻ ഹെൽത്തി ആയിരിക്കണം അല്ലെ. നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ജോലി ചെയ്യാം. നമ്മൾക്കൊരു ജോബ് ഉണ്ടെങ്കിൽ ആ ജോബ് നമുക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അതിലൂടെ നമുക്ക് വെൽത്ത് കിട്ടും. അപ്പൊ ഹെൽത്തിലാണ് ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം കണക്ട് ചെയ്ത് വരുള്ളൂ. ഓഡിയോ ഓൺ ആണല്ലോ, എന്തെങ്കിലും പറയാനാണോ അഞ്ജു മോൾ? അല്ല, ഓഡിയോ ഓൺ. ഓക്കെ. അപ്പൊ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ഒരു സ്ലീപ്പി ആയിട്ട് ഒരു കുട്ടി ക്ലാസ്സിലിരിക്കുന്നു, ഒട്ടും ആക്റ്റീവ് അല്ല, അവന് കോൾഡോ പനിയോ ഫീവറോ ഒക്കെ ആണെങ്കിൽ അവൻ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനും പറ്റില്ല, ആക്റ്റീവ് ആവില്ല, ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യില്ല. അപ്പൊ ഹെൽത്ത് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ആണ്. ചെറിയ കുട്ടികൾ തുടങ്ങി പ്രായമായ ആൾക്കാർ വരെ. പ്രായമായ ആൾക്കാരിൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണല്ലേ. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളും ഉണ്ട്, പ്രായമായവരുണ്ടാവും, അവരെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈജീനിലൂടെ നമുക്ക് ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ ആക്കാം. അപ്പൊ നമ്മള് പേഴ്സണൽ ഹൈജീൻ മാത്രമല്ല, ഡൊമസ്റ്റിക് ഹൈജീനും നോക്കും. സറൗണ്ടിങ്സും നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും ഹൈജീനിൽ നമുക്കൊരു ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കും അല്ലെ. കുട്ടികൾക്ക് നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സ് അത് നമ്മൾക്ക് ചെറുപ്പം തുടങ്ങിയേ നമ്മൾ അവരെ ശീലിപ്പിക്കുവാണെങ്കിൽ അവരിൽ അത് എത്ര കാലം വേണമെങ്കിലും അവർ വലുതാവുമ്പോഴെല്ലാം അവരത് ഫോളോ ചെയ്യും. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് അസൈൻമെന്റ് ഞാൻ ക്ലാസ് റൂമിൽ തരും. അതിനു മുമ്പ് ഞാൻ ക്ലാസ്സിലൊന്ന് പറയുവാണ്, കാരണം പെട്ടെന്ന് ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഡൗട്ട് തോന്നരുതല്ലോ. അതായത് ഫസ്റ്റ് അസൈൻമെന്റ് ഇതാണ്, കളക്ട് ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്. ഒന്ന് നമ്മളുടെ ചാപ്റ്ററിലുണ്ട്, അരിസ്റ്റോട്ടിൽ പറഞ്ഞ സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി. ഇനി ഇപ്പൊ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് റെഫർ ചെയ്യാം, പല ബുക്കുകളിൽ റെഫർ ചെയ്യാം, ഗൂഗിൾ റെഫർ ചെയ്യാം, എല്ലാം നോക്കിയിട്ട് നല്ല നമുക്ക് കേട്ടാൽ പെട്ടെന്ന് ഇപ്പം ഹെൽത്ത് ഈസ് വെൽത്ത്, അത് ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോഴേ നമുക്കത് പെട്ടെന്ന് മനസ്സിലായി അല്ലെ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതും ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു 3-4 ഫ്രേസസ് കളക്ട് ചെയ്യാം. എത്ര വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഒരു മിനിമം 3, അറ്റ്ലീസ്റ്റ് 3 ഫ്രേസസ് എങ്കിലും ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് അസൈൻമെന്റ്. ഇത് ഞാൻ മതിയോ? നിങ്ങൾ ശരിക്കും ഒരു അസൈൻമെന്റ് ബുക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഷീറ്റിൽ വെക്കുമ്പോൾ നമ്മളത് സെക്യൂർ ചെയ്ത് ഫയൽ ചെയ്തൊക്കെ വെച്ചില്ലെങ്കിൽ ഷീറ്റ് നമുക്ക് മിസ്സാകും. ഫാനൊക്കെ കറങ്ങുന്നിടത്തൊക്കെ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും പോയി ടേബിളിന്റെ കടിയിൽ പോയി കിടക്കും, നമ്മൾ അറിയില്ല അത് പോണത്. സോ ഇതിന് ആരുടെ എല്ലാ ടീച്ചർമാരും അസൈൻമെന്റ് തരാണെങ്കിൽ എല്ലാം ഒരു നോട്ട്ബുക്കിന് മതി. പലരുടെയും പല നോട്ട്ബുക്ക് വാങ്ങണമെന്നില്ല, നമുക്ക് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ പേജസ്. അപ്പൊ ഓരോ അസൈൻമെന്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്തോ വരയില്ലാത്ത വലിയ നോട്ട് ബുക്ക് മതിയാവോ? വരയില്ലാത്ത ബുക്കിൽ എഴുതാൻ കോൺഫിഡന്റ് ആണെങ്കിൽ യു ക്യാൻ ബൈ അൺറൂൾഡ് നോട്ട്ബുക്ക്. എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല വരയില്ലാത്തതിൽ എഴുതാൻ, ഞാൻ അതുകൊണ്ട് റൂൾഡിലാണ് എപ്പോഴും എഴുതാറ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ വരയിട്ടത് കുഴപ്പമില്ലല്ലോ? ഇല്ലില്ല, വരയുള്ളതോ വരയിടാത്തതോ നിങ്ങളുടെ കൺവീനിയൻസ്. ഒരു ഡയറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡയറി ആയാലും മതി, ലൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ അസൈൻമെന്റ് ഷീറ്റ് തന്നെ വാങ്ങി എനിക്ക് എഴുതണം എന്നൊരു താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ബട്ട് സെക്യൂർ ചെയ്ത് വെക്കണം, അത്രേ ഉള്ളൂ.
എനിത്തിങ് യു ക്യാൻ ഓപ്റ്റ്. ഓക്കെ, ഓക്കെ. സാധാരണ പറയോ? ഏതാ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയോ? കളക്ട് ദ ഞാൻ ക്ലാസ് റൂമിൽ ഇടും. കളക്ട് ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്, അറ്റ്ലീസ്റ്റ് 3 നമ്മള് പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ എഴുതി പോവുക മതി. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഹെൽത്ത് ഈസ് വെൽത്ത്, സൗണ്ട് മൈൻഡ് സൗണ്ട് ബോഡി, അങ്ങനെ 1 2 3 ഇട്ടോ ബുള്ളറ്റ് മാർക്ക് ഇട്ടിട്ടോ സ്റ്റാർ ഇട്ടിട്ടോ എങ്ങനെ എഴുതാം. ABC വേണ്ടല്ലോ മാം. എക്സ്പ്ലനേഷൻ വേണ്ട. നോ നീഡ് ഓഫ് എക്സ്പ്ലെയിൻ. ഇത് ഒരെണ്ണം കഴിഞ്ഞു. യെസ് ആര്യ. മാം എത്ര പേജ് വേണം? ഈ ക്വസ്റ്റ്യൻ എന്തോ എത്ര പേജ് വേണമെന്നോ? ഈ ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പേജ് ഒന്നുമില്ല. ഇതിപ്പോ ഒറ്റ സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഒരു സെന്റൻസ് ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അടുത്ത അസൈൻമെന്റ് അതിന്റെ താഴെ ഹെഡിങ് മതിയോ? ആര്യ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഹെഡിങ് കൊടുക്കുന്നത് ഈ മാം പറഞ്ഞ ക്വസ്റ്റ്യൻ അങ്ങനെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ട് താഴെ പോയി 1 ഹെൽത്ത് ഈസ് വെൽത്ത്, അല്ലെങ്കിൽ സൗണ്ട് മൈൻഡിന്റെ 1 ABC സ്റ്റാർ എന്നുള്ള ക്വസ്റ്റ്യൻ കിട്ടുന്നത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ബട്ട് വാല്യൂ ചെയ്യുന്നത് 3 വീക്സിന്റെ ഗ്യാപ്പിലായിരിക്കും. ചിലർക്ക് പെട്ടെന്ന് ചിലപ്പോൾ വാല്യൂ ചെയ്ത് മാർക്ക് കിട്ടുമായിരിക്കും. ഡോണ്ട് വറി അതേഴ്സ്. 3 വീക്സിനുള്ളിൽ നിങ്ങളുടെ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ വാല്യൂ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ നോട്ട് മതിയോ? ഈ നോട്ട് മതി 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 അങ്കിത മതി. പറഞ്ഞു തരുമോ? ആരാണ്? അഞ്ചുമോളാണ് മിസ്. മാം ഇത് അസൈൻമെന്റ് എങ്ങനെയാണ് മാമിന് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഫോട്ടോ എടുത്താൽ അത് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു ക്ലാസ് റൂം ചാനൽ പോലെയുണ്ട്. എനിക്കത് അങ്ങനെ അറിയില്ല. അതൊക്കെ ഇൻസ്ട്രക്ഷൻസ് കിട്ടും. ഒരു മോക്ക് വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും എങ്ങനെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. മാം എനിക്കിതൊന്നും മനസ്സിലായിട്ട മാം. ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറുന്നതാണ്. ഏത് ക്ലാസ് പോലും മനസ്സിലായില്ല. ഓക്കെ ഓക്കെ, ആദ്യമായിട്ടാണോ ക്ലാസ്സിൽ കയറുന്നത്? നമ്മള് ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ പേഴ്സണൽ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ കൂടെയുള്ളവർ പറഞ്ഞു തരും. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് മോഡ്യൂളാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ മോഡ്യൂളിനെയും പാർട്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മോഡ്യൂളിൽ 4 പാർട്ട് ഉണ്ട്. അതിലെ പാർട്ട് 1 യൂണിറ്റ് 2 ആണ് ഞാൻ എടുക്കുന്നത്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അശ്വതി എന്ന് പറഞ്ഞൊരു മിസ് യൂണിറ്റ് 1 നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഓരോ യൂണിറ്റ്സ് കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആകാം, 4 ക്വസ്റ്റ്യൻസ് ആകാം, 6 ക്വസ്റ്റ്യൻസ് ആകാം, ഡിപ്പെൻഡ്സ്. മോക്ക് ടെസ്റ്റ് വേറൊന്നിനുമല്ല, നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ എങ്ങനെ ക്ലിയർ ആയി അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ്, അത്രയേ ഉള്ളൂ മോക്ക് ടെസ്റ്റ്. അപ്പൊ എപ്പോഴും ആലോചിക്കുക, മോക്ക് ടെസ്റ്റ് ചുമ്മാ പോയിട്ട് കറക്കി കുത്തണ്ട. ഓപ്ഷൻസ് ആണല്ലോ, 4 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ നിന്ന് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ടിക്ക് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ചെയ്യരുത്. നമ്മളുടെ ആ യൂണിറ്റ് കഴിഞ്ഞ് നമ്മൾ അതൊന്ന് വായിച്ചു നോക്കി, ക്ലാസ്സിൽ നമ്മൾ കുറെ കാര്യങ്ങൾ കേട്ട് അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സോ അതെല്ലാം നോക്കിയതിന് ശേഷം പോയി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ എന്താന്ന് വെച്ചാല് പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് നിങ്ങൾ വാങ്ങണം. അത് കിട്ടും ഉടനെ തന്നെ. ടെക്സ്റ്റ് ആണ് ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. ടെക്സ്റ്റിന്റെ ആ 2ാമത്തെ യൂണിറ്റ് ആണ്, മോഡ്യൂൾ 1 പാർട്ട് 1 2ാമത്തെ യൂണിറ്റ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് ഓൾമോസ്റ്റ് ഒരു ഹാഫ് പോർഷൻ ആയി കഴിഞ്ഞു. അതിൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസും സ്കോപ്പും ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസൈൻമെന്റും ആക്ടിവിറ്റിയും പ്രൊവൈഡ് ചെയ്യും. നമ്മളുടെ ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി അസൈൻമെന്റ് ആൻഡ് ആക്ടിവിറ്റീസ്. ഒരു തിയറി ക്ലാസ് എടുക്കുന്ന രീതിയിലല്ല മോണ്ടിസോറി ക്ലാസ് പോകുന്നത്. ഫുൾ ഡിസ്കഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ടോപ്പിക്സ് തരും, നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് നിങ്ങളായിരിക്കും ക്ലാസ് ലീഡ് ചെയ്യേണ്ടത്, നിങ്ങളായിരിക്കണം ക്ലാസ് എടുക്കേണ്ടത്. ആ രീതിയിലാണ് മോണ്ടിസോറി മെത്തേഡിൽ ക്ലാസ് പോകുന്നത്. കാരണം നിങ്ങൾ നാളെ ഫെസിലിറ്റേറ്റേഴ്സ് ആവേണ്ടതാണ്, ചെറിയ കുട്ടികളുടെ ടീച്ചർ. അപ്പോൾ പെട്ടെന്ന് ഒരു ടോപ്പിക് കിട്ടുമ്പോൾ എങ്ങനെ ആ കുട്ടികൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കണം, അത് ആ അലർട്ട്നെസ് ഒക്കെ നിങ്ങൾക്ക് വരണം. സോ അതിന് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് പോകണം. അതുകൊണ്ടാണ് ഇതുപോലെ വൈഡ് ആയിട്ട് പല ഏരിയയിലും അസൈൻമെന്റും ആക്ടിവിറ്റിയും തരുന്നത്. നമ്മൾ PDF മാത്രം പഠിച്ച്
കുറെ എക്സാം എഴുതി. അത് മാത്രമല്ല മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ സെൽഫ് അനാലിസിസ് ചെയ്യുന്നു, നമ്മളെ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നു, ഞാൻ എവിടെയൊക്കെ ശരിയാവാനുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയും നമ്മൾ യൂസ് ചെയ്യണം. നമ്മുടെ ഷൈനസ്, ഇൻഹിബിഷൻ, നമുക്ക് കുറെ ബ്ലോക്കിംഗ് ഉണ്ടാവും ഉള്ളില്. ഇംഗ്ലീഷ് പറയാൻ മടി, ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പേടി, ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകൂ, അങ്ങനെയുള്ളതൊക്കെ മാറി നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ മാക്സിമം കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ ശ്രമിക്കണം, ഇംഗ്ലീഷിൽ തന്നെ നമ്മുടെ വർക്കുകളെല്ലാം ചെയ്യണം. അപ്പൊ ഞാനിപ്പോ ഫസ്റ്റ് അസൈൻമെന്റ് ഞാൻ പറയുമായിരുന്നു, നമ്മളുടെ ഈ ചാപ്റ്റർ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആയതുകൊണ്ട് കളക്ട് ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്. നമ്മൾ ഹെൽത്തിനെ കുറിച്ച് കുറെ ഫ്രേസസ് കേട്ടിട്ടില്ലേ? പണ്ടത്തെ ആൾക്കാരൊക്കെ പറയില്ലേ, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകുകയുള്ളൂ, ഹെൽത്ത് ഈസ് വെൽത്ത്, ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാല്ലേ. ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പല ഫ്രേസസും നമ്മൾ കേട്ടിട്ടുണ്ട്. ആരോഗ്യമില്ലാത്ത ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർച്വൽ ഡെത്ത് പോലെയാണ്, ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കൽ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഫ്രേസസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് അസൈൻമെന്റ്. ഇനി പല സംശയം വന്നു, അസൈൻമെന്റ് എങ്ങനെ എഴുതണം, അസൈൻമെന്റ് പേപ്പറിൽ എഴുതണോ, അസൈൻമെന്റ് ഷീറ്റ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും, അതിൽ എഴുതണോ? നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ബുക്കായിട്ട് വെക്കാം. ബുക്കാകുമ്പോൾ അത് നല്ല സേഫ് ആയിരിക്കും, നല്ലപോലെ കവർ ചെയ്ത് അത് സൂക്ഷിക്കുകയാണെങ്കിൽ. ഒരു കോളേജ് നോട്ട്ബുക്ക്, നോർമൽ നീളമുള്ള കോളേജ് നോട്ട്ബുക്ക് ആയാൽ മതി. ഞാൻ 2 സൈസിലുള്ള നോട്ട്ബുക്സ് ഞാൻ കാണിച്ചു തരാം. ഞാൻ അസൈൻമെന്റ് എഴുതിയ നോട്ട്ബുക്കിന്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോട്ട്ബുക്ക് ഉണ്ട്, അതായാലും മതി. എന്റെ കയ്യിൽ 2 സൈസ് നിങ്ങൾ കണ്ടോ? ഞാൻ ഈ സൈസിലുള്ളതല്ല, എന്റെ അസൈൻമെന്റ് നോട്ട്ബുക്ക് ആണ്. മോണ്ടിസോറി ഞാൻ പഠിച്ച സമയത്തുള്ള എന്റെ അസൈൻമെന്റ് നോട്ട്ബുക്ക് ആണ് ഇത്. ഓക്കെ, യെസ്, റെക്കോർഡ് ബുക്ക്, അതായത് നമ്മുടെ കുട്ടികള് ഫിസിക്സ് കെമിസ്ട്രിക്കൊക്കെ വാങ്ങുന്ന ആ റെക്കോർഡ് ബുക്ക് ആണോ? അതെ. നമുക്ക് 5 റെക്കോർഡ്സ് ഓൾറെഡി എഴുതാനുണ്ട്, അതിന് നമ്മൾ 5 റെക്കോർഡ് ബുക്ക് വാങ്ങേണ്ടതുണ്ട്. നോട്ട്ബുക്ക് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി റെക്കോർഡ് ബുക്ക് ഉണ്ട്, എക്സ്ട്രാ ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റെക്കോർഡ്സ് എഴുതുന്നതിനുള്ള 1 സൈഡ് പ്ലെയിൻ അല്ലെങ്കിൽ 1 സൈഡ് റൂൾഡ് ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കില്ലേ? അപ്പൊ ശരിക്കും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പിക്ചർ ഒട്ടിക്കുക, അതൊക്കെ ആയിരിക്കും നമ്മളുടെ റെക്കോർഡ് ബുക്കിലെ ഒരു രീതി അതാണല്ലോ. അപ്പൊ നമുക്ക് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ ആ സൈഡൊക്കെ. നോട്ട്ബുക്ക് ആകുമ്പോൾ നമുക്ക് എല്ലാ സൈഡും എഴുതി കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോവാലോ. അസൈൻമെന്റിന്റെ കാര്യം ഇതാണ്. നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു ചാനൽ ഉണ്ട്, അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. വൺസ് നിങ്ങൾക്ക് അസൈൻമെന്റ് ഞങ്ങൾ തരുമ്പോ കാണുന്നില്ല, മീൻസ് എന്താണ്, എന്തോ ലിങ്ക്, ജസ്റ്റ് ഷെയർ ദാറ്റ്. ഓക്കെ മാം, നമുക്കപ്പോ എല്ലാ ടീച്ചേഴ്സിന്റെ അസൈൻമെന്റ് സെയിം ബുക്കിൽ തന്നെയാണോ എഴുതേണ്ടത്? എനിക്ക് പ്രോബ്ലം ഇല്ല സെയിം ബുക്കിൽ എഴുതുന്നോണ്ട്, കാരണം ഇതിന്റെ ഫോട്ടോ എടുത്താണല്ലോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്, ബുക്കായിട്ടല്ലല്ലോ. ഇനി ആ ടീച്ചർമാരോട് കൂടെ ഒന്ന് ചോദിക്കാം കേട്ടോ. ഐ ഹാവ് നോ പ്രോബ്ലം. മറ്റുള്ള ടീച്ചേഴ്സ് സെപ്പറേറ്റ് വേണമെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാം. അപ്പൊ ഡയറി പറ്റുമോ മാം? ഏതാണ് ഇതുപോലുള്ള ഡയറി പറ്റുമോ? ഡയറി വളരെ സെക്യൂർ അല്ലേ, നല്ല കട്ടിയുള്ള കവറൊക്കെ അല്ലേ. ഡയറി ഉണ്ടെങ്കിൽ ആയാലും മതി. ഈ ഫ്രേസസിന് എക്സ്പ്ലനേഷൻ ആയിട്ട് എന്തെങ്കിലും ഒരു പാര അങ്ങനെയുള്ള എഴുതണ്ട. ഇനി അങ്ങനെ എനിക്ക് അങ്ങനെ എഴുതി വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് താല്പര്യമുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ്. അസൈൻമെന്റ് ഇസ് ഓൺലി അബൌട്ട് കളക്ട് ഫ്രേസസ്. എക്സ്പ്ലനേഷൻ എഴുതണമെങ്കിൽ നല്ലതാണ്, വേണമെങ്കിൽ എഴുതാം. ഇതൊക്കെ ഞാൻ പിന്നെ എത്ര പോയിന്റില് എങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടോ? മിനിമം എത്ര പോയിന്റ് വേണം, അത് അങ്ങനെ ഉണ്ടോ അസൈൻമെന്റ്? മിനിമം 3 എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഫ്രേസസ് അത് ഞാൻ ക്വസ്റ്റ്യനിൽ ഞാൻ കൊടുക്കും. അവിടെ മാർക്ക് ഇടുന്നത് ഒരു വാല്യുവേഷൻ ടീം പോലെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. അവർ ആ മാർക്ക് അവിടെ കാണിക്കും. ഇപ്പൊ 10 പോയിന്റ്സ് അല്ലെങ്കിൽ 5 പോയിന്റ്സ് എന്നായിരിക്കും കേട്ടോ കാണിക്കുന്നത്, മാർക്സ് എന്നായിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് അവിടെ കിട്ടും. അതിൽ നമുക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിലും എഴുതിക്കൂടെ? എഴുതാം, തീർച്ചയായിട്ടും. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാല് ഞാൻ 3 വീക്സിനുള്ളിൽ അതിന്റെ വാല്യൂ ചെയ്ത് കിട്ടും. ഇതിപ്പോ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, അടുത്തത് ഞാൻ പറയാൻ പോവാണേ. ഇതിൽ ഞാൻ 4 അസൈൻമെന്റ് നിങ്ങൾക്ക് തരും.
ബട്ട് ഇറ്റ്സ് വെരി നീഡഡ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു. ഹെൽത്തി ആയിട്ട് ഒരാളും ഉണ്ടാകും, ഒട്ടും വയ്യാത്ത അസുഖങ്ങളുള്ള ഒരാളും ഉണ്ടാവും. നിങ്ങൾക്കൊന്ന് കമ്പാരിസൺ ടേബിൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഹെൽത്തി പീപ്പിൾ ആൻഡ് ഇൽ പീപ്പിൾ. അതായത് ഒരു സൈഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആളുടെ ചാർട്ടും മറ്റേ സൈഡ് ഹെൽത്തി അല്ലാതെ ഉള്ള ഒരാളുടെ ചാർട്ടും അങ്ങനെയാണോ? അതെ അതെ. അതായത് ഹെൽത്തി ആയിട്ടുള്ള ആളുടെ ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്ന് എഴുതാം, ഇല്ലായിട്ട് അസുഖമുള്ള ഒരാളുടെ ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് എഴുതാം. ഹെൽത്തി ഫുഡൊക്കെ എങ്ങനെ, മറ്റാൾ എങ്ങനെ ഫുഡ് കഴിക്കണ് അങ്ങനെയൊക്കെ. ഫോട്ടോയൊക്കെ ഒട്ടിക്കണോ? ഫോട്ടോ ഒട്ടിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഫോട്ടോ ഒട്ടിച്ചോളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു. ചെയ്യൂ. ഇതെല്ലാം നിങ്ങളുടെ അസൈൻമെന്റ് ആണ്. വർക്ക് യു ക്യാൻ. യെസ്, അതും ബുക്കിലാ ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ ഒന്നും കേട്ടില്ല. എല്ലാരും കൂടി ആദ്യം ആരായിരുന്നു? ആര്യായിരുന്നു എന്നോട് എന്തോ ചോദിച്ചു വന്നേ. ആര്യ ചോദിച്ചു, രമ്യ അതും ബുക്കിലാണോ ചെയ്യേണ്ടത്? അതെ, അസൈൻമെന്റ് ബുക്ക് എന്നും പറഞ്ഞ് നിങ്ങൾ വെക്കുവാണെങ്കിൽ അസൈൻമെന്റ് ബുക്കിൽ അത് ചെയ്യാം. ഡയറി ആണെങ്കിൽ ഡയറിയിൽ ചെയ്യാം. ഏതിലാണോ ചെയ്യുന്നത് അതിന്റെ ഇമേജ് എടുത്താണല്ലോ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ എത്ര പോയിന്റ്സ് നമ്മൾ കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സെക്കൻഡ് വൺ അതായിരുന്നു, ഹെൽത്തി പീപ്പിൾ. യെസ് മാം, ആ ഹെൽത്തി അൺഹെൽത്തി വരുമ്പോ ഒരു എക്സാമ്പിൾ വീതം പറയോ, നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്? യെസ് മാം, ഞാൻ അതന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചു. അതെന്തെന്ന് മനസ്സിലായില്ല മാം. മീൻസ് എങ്ങനെ പ്രിപ്പയർ ആരോഗ്യമുള്ളൊരു മനുഷ്യനും ആരോഗ്യമില്ലാത്തൊരു മനുഷ്യനും എങ്ങനെയായിരിക്കുന്നു എന്ന് ചിന്തിച്ച്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നു, ഞാൻ എല്ലാ പോയിന്റ്സും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തേക്ക് വരുമോ? ഇല്ല. സ്റ്റോറി ഡൗട്ട് അത്. നിങ്ങളുടെ കഴിവൊക്കെ ഞാൻ അറസ്റ്റ് ചെയ്ത് വെക്കുവല്ലേ ഞാൻ ഈ പരിപാടി. മാം, കാഴ്ചക്ക് ഇല്ലാത്ത ഒരാളും ഇല്ല ഒരാളുടെ വ്യത്യാസം അത് എഴുതിക്കൂടെ? അതെ, അതാണ് കമ്പാരിസൺ ടേബിൾ. അത്രയേ ഉള്ളൂ. നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? ഇംഗ്ലീഷിലല്ലേ എഴുതണ്ട? അതെ മേഡം, അതായത് ഇപ്പോ ഹെൽത്തി ഫുഡ്, അതായത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരാളുടെ ശരീരം ഹെൽത്തി ആയിരിക്കും. ഇനി വെളിയിലുള്ള ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന ആള് അൺഹെൽത്തി പീപ്പിൾ ആയിരിക്കും. അങ്ങനെയുള്ള കമ്പാരിസൺ അല്ലേ? അതെല്ലാം എഴുതാം. ഓക്കെ. പിന്നെ അയാളുടെ റൊട്ടീൻ കൊണ്ട് അയാൾ ഒരു രോഗിയായി മാറി. സോ ആ രോഗം കാരണം അയാൾക്ക് പിന്നെ വരുന്ന ലിമിറ്റേഷൻ, റെസ്ട്രിക്ഷൻ ഒക്കെ നമുക്ക് ഈ അൺഹെൽത്തി ആയിട്ടുള്ള ആളുടെ ആ ഒരു കോളത്തിൽ എഴുതി വെക്കാലോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ 2 അസൈൻമെന്റ് ക്ലിയർ ആയോ? ഇത് രണ്ടാണ് അസൈൻമെന്റ്. ഇനി 2 കൂടി ഉണ്ട്. അതൊരു ആക്ടിവിറ്റി കം അസൈൻമെന്റ് ആണ്. നിങ്ങൾ പോയിട്ട് 10 പേരെ മീറ്റ് ചെയ്യണം. പല ലെവൽസിൽ ജീവിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഈ 10 പേരെ കണ്ടിട്ട് അവരോട് ചോദിക്കേണ്ട ആദ്യത്തെ ക്വസ്റ്റ്യൻ, അവരുടെ ആ ഒരു വ്യൂ പോയിന്റില് വാട്ട് ഈസ് ഹെൽത്ത്? ഓക്കെ, 10 പേരും പറയും അവരുടെ അഭിപ്രായം അല്ലേ? 10 പേരും പറയും. അപ്പൊ അവര് പറയുന്നതെല്ലാം നോട്ട് ചെയ്യാം. നോട്ട് ചെയ്തതിന് ശേഷം ആ ഫുൾ ഡേറ്റാസ് കളക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ട് അത് വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്ന് അതിനെ റെഫറൻസ് ആക്കി വെച്ചിട്ട് ഹെൽത്തിന് ഒരു ഡെഫിനേഷൻ എഴുതുക. ക്ലിയർ ആയോ? 10 പേരെ മീറ്റ് ചെയ്തു. പല ലെവൽ, ഇപ്പൊ ഭയങ്കരമായിട്ട് ഡെയിലി വേജസ് അങ്ങനെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവരോട് ചോദിക്കുക അവരെ സംബന്ധിച്ച് എന്താണ് ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് അവരെന്തോ, ആരോഗ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ് ആരോഗ്യം? ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഇരുന്ന് ജോലി ചെയ്യണവരുണ്ടാകും, സിസ്റ്റത്തിന്റെ മുമ്പിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ടാവും, അവരോട് ചോദിക്കുക. പിന്നെ നമ്മൾക്ക് മനസ്സിലാകുന്ന ചില ആൾക്കാർ ഈ ജങ്ക് ഫുഡിനോട് ഭയങ്കര പ്രിയം, അങ്ങനെ ഒന്നും നോക്കാതെ ഭക്ഷണം ഭയങ്കരമായിട്ട് കഴിക്കുന്നു, അവരോടൊക്കെ ചോദിക്കുക. അങ്ങനെ പല പല ലെവൽസിൽ ജീവിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ നമുക്ക് വളരെ വ്യത്യസ്തമായ പല മറുപടികളും കിട്ടും. അതെല്ലാം വെച്ചിട്ട് അതിനെ റെഫറൻസ് ആക്കി വെച്ച് നമ്മളൊരു ഡെഫിനേഷൻ എഴുതണം ഹെൽത്തിന്. പാരഗ്രാഫ് എഴുതണം? ഒറ്റ പാരഗ്രാഫ് മതി, ഒരു പാരഗ്രാഫ്. മാം,
അല്ലെ? ഈ 10 പേര് പറയുന്ന ഇത് എഴുതണോ? വേണ്ട, നമ്മളുടെ ഇത് മാത്രം എഴുതിയാൽ മതിയോ? 10 പേര് പറഞ്ഞത് റെഫറൻസ് ആക്കി വെച്ചിട്ട്, ചിലപ്പോ ഇതിലൊരു 10 പേരും ഒരേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അവരുടെ ഒപ്പീനിയൻസ് വെച്ചിട്ട് നമ്മൾ ഹെൽത്തിനെ കുറിച്ച് അത് റെഫറൻസ് നമ്മളെ ഒരു കൺക്ലൂഷന് അതില് ആക്കി എഴുതുക. ഓക്കെ. അടുത്തത് ഇവരോട് തന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇവര് ഹെൽത്തിനെ കുറിച്ചൊക്കെ വാദോരാതെ പറഞ്ഞിട്ടുണ്ടാവും. ഇവരോട് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് എടുക്കുന്നത്? അതായത് ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് അവരെടുക്കുന്നു? ചിലപ്പോൾ ചിലര് ജിമ്മിൽ പോകുന്നുണ്ടാകും, ഭക്ഷണം ആ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്ത് കഴിക്കുന്നുണ്ടാകും, ആ ഭക്ഷണത്തിന്റെ രീതികളും എല്ലാം അവർ പറയും. ഹെൽത്തി ആയിരിക്കാൻ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ആ ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അത് റെഫറൻസ് ആക്കി വെച്ച് ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് എടുക്കണം എന്നുള്ളത് പോയിന്റ്സ് ആയിട്ട് എഴുതുക. ഒരു സംശയം, നമുക്ക് 10 ആളില്ലത് ഒരാള് നമ്മളായി തന്നെ കൂട്ടിക്കൂടെ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം അത് അങ്ങനെ എഴുതാം. അപ്പൊ 4 അസൈൻമെന്റ് ആണ് ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. 4ഉം ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഈ 4ാമത്തെ പറഞ്ഞത് എത്ര പോയിന്റ്സ് ഒക്കെ? അതൊന്നുമില്ല, കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് പോയിന്റ്സ് എഴുതിയാൽ മതി. മാം 4ാമത് പറഞ്ഞ ഒന്നുകൂടെ പറയൂ. ഈ നമ്മളെ 10 പേരെ കണ്ട ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, വാട്ട് ഈസ് ഹെൽത്ത്, വാട്ട് ദേ മെൻ ബൈ ഹെൽത്ത് എന്ന് ചോദിച്ചില്ലേ? അവരോട് തന്നെ ചോദിക്കുക, ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് നിങ്ങൾ എടുക്കുന്നത്? അപ്പൊ അവര് പറയും അവരെന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ പറയും. അത് നമ്മൾ കളക്ട് ചെയ്യും. മാം, ഒരു നോർമൽ ആയ ഒരു മനുഷ്യൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ എന്തൊക്കെ ചെയ്യുന്നു അതല്ല അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്? അതെ, അതിപ്പോ നമ്മൾക്ക് 10 പേരോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇതൊരു ആക്ടിവിറ്റിയും കൂടിയാണ്. നമ്മളൊരു സർവേക്കൊക്കെ പോകുന്ന പോലെ തന്നെയാണ്. 10 പേരും ഓരോ ഏജില് ഉള്ളവരായിരിക്കും. അപ്പൊ ഓരോരുത്തരും ഓരോന്നായിരിക്കാരും പറയുക അല്ലേ? യൂത്ത്, അതായത് ഇപ്പൊ ഒരു അഡോളസന്റ് ഗ്രൂപ്പിൽ അവരെങ്ങനെ ആ ഒരു ഏജ് ഒക്കെ ആകുമ്പോഴേക്കും അവർ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും ഹെൽത്തിനെ കുറിച്ച്. ഒരു അവരുടെ ഔട്ടർ അപ്പിയറൻസിനെ കുറിച്ചും എല്ലാം ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. ഇപ്പൊ ജിമ്മിൽ പോകുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ ചെയ്യും. പിന്നെ ഒരു 30+ ആയിട്ടുള്ള ഒരാളും ഉണ്ടാകാം, 40+ അല്ലെങ്കിൽ 50+ ആയിട്ടുള്ളവരും. ചിലർ നല്ലപോലെ ഹെൽത്തിനെ നോക്കുന്നവരുണ്ടാവും, യോഗ, മെഡിറ്റേഷൻ, അങ്ങനെ പലതും ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടേതായ രീതികൾ വേറെ കേൾക്കാം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന 10 പേരുടെ റെസ്പോൺസ് കിട്ടിയത് അതും എടുത്തെഴുതണോ? ആ റെസ്പോൺസ് വെച്ചിട്ട് വേണം, റെഫറൻസ് ആക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ രണ്ടിന്റെയും ആൻസർ എഴുതാൻ. ഹെൽത്ത് എന്നുള്ളതിന്റെ ഡെഫിനിഷനും ഹെൽത്തി ആയിരിക്കാനുള്ള സ്റ്റെപ്സും. ഞാൻ ഒന്നും കൂടെ ലാസ്റ്റ് 2 അസൈൻമെന്റ്സ് പറയാം. നമ്മൾ 10 ഇൻഡിവിജ്വൽസിനെ മീറ്റ് ചെയ്യുന്നു. അതിലൊരാള് നമ്മൾ തന്നെ ആയാൽ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. വി ക്യാൻ ടേക്ക്, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാലോ, ഹെൽത്ത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് എന്താണ് അഭിപ്രായം എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. സോ 10 പേരുടെ ഡേറ്റ കളക്ട് ചെയ്യുക. അതിനനുസരിച്ച് ഹെൽത്തിന് ഒരു ഡെഫിനിഷൻ എഴുതുക. അല്ലാണ്ട് അവരുടെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമുക്ക് തോന്നുന്ന പോലെ ഒരു ഡെഫിനിഷൻ എഴുതാനല്ല. അവര് പറഞ്ഞ റിപ്ലൈ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അതിന്റെ ഒരു നക്ഷൽ, ഒരു ചെറിയൊരു രൂപം എന്നുള്ള രീതിയിൽ ആ ഒരു ഡെഫിനിഷൻ, ഒരു പാരഗ്രാഫോ അത്രയൊക്കെ മതി, എസ്സേ പോലെയൊന്നും വേണ്ട, എഴുതുക. ഇനി ഇവരോട് തന്നെ ചോദിക്കാൻ തോന്നുന്നില്ല, വേറെ ആൾക്കാരോട് ചോദിക്കാന്നായാലും പ്രശ്നമില്ല കേട്ടോ. ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്? ഞാൻ ഈ ക്വസ്റ്റ്യൻസ് വാല്യുവേഷൻ ടീമിനെ ഏൽപ്പിക്കും. ഇങ്ങനെ ഒരു അസൈൻമെന്റ് എനിക്ക് 10 ബാച്ചിന് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനൊരു പ്ലാറ്റ്ഫോം അവർ തരും. അതിലൊരു മോക്ക് വീഡിയോ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഉണ്ടാവും. വീഡിയോ ആദ്യം കാണുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇനി അതല്ല ആ ചാനലിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ they will provide you one WhatsApp number. അത് സിസ്റ്റത്തിൽ നിന്നാണ് ആ വാട്സപ്പ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അല്ലാതെ മെസ്സേജസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ അവരത് റീഡ് ചെയ്തില്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിൽ സബ്മിറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും ആ ക്ലാസ് റൂം ചാനലിൽ. ഓക്കെ,
വൺസ് സബ്മിറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും പിന്നെ അസൈൻമെന്റ്സ് വരുമ്പോഴേക്കും നമുക്കത് മനസ്സിലാവും എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ 3 വീക്സ് എങ്കിലും എടുക്കുമായിരിക്കും വാല്യൂ ചെയ്യാൻ. ചിലപ്പോൾ അപ്പൊ തന്നെ മാർക്ക് കിട്ടും. ഓരോരുത്തരുടെ നോക്കി വരുന്നതനുസരിച്ച്, ഒരു ബാച്ചിന്റെ അസൈൻമെന്റ്സ് അല്ലല്ലോ വരുന്നത്, പല ബാച്ചിന്റെ വരുന്നുണ്ടല്ലോ. മാം അതല്ല, ഇപ്പൊ മാം 10 പേരോട് ചോദിച്ചിട്ട് എഴുതണം എന്നല്ലേ പറഞ്ഞേ? ആ 10 പേരുടെ ആൻസറും നമ്മൾ ആ അസൈൻമെന്റിൽ ഉൾപ്പെടുത്തണോ? അല്ല അത് നോക്കിയിട്ട് അതിന്റെ വാട്ട് ഈസ് ഹെൽത്ത് എന്നുള്ള അതിന്റെ ലാസ്റ്റ് അതിന്റെ ഹെൽത്ത് ഡെഫിനിഷൻ മാത്രം നമ്മൾ അതിൽ എഴുതിയാൽ മതിയോന്ന്? അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ എഴുതണോന്ന് അസൈൻമെന്റില്? അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം. അല്ലാണ്ട് അവര് ഇപ്പൊ പലരും പലതും പറയുമായിരിക്കും അല്ലെ ഹെൽത്തിനെ കുറിച്ച്. ഇപ്പൊ എന്നോട് വന്നിട്ട് വാട്ട് ഈസ് മെന്റ് ബൈ ഹെൽത്ത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനിങ്ങനെ കറക്റ്റ് ടൈമില് ഭക്ഷണം കഴിക്കണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം, ബാലൻസ് ഡയറ്റ് അത് കഴിക്കണം, പിന്നെ അത് കൂടാതെ സ്ലീപ്പ് കറക്റ്റ് ആയിരിക്കണം, അങ്ങനെയൊക്കെ നമ്മളുടെ റിക്രിയേഷൻ, നമ്മൾ വിനോദങ്ങളിൽ ഏർപ്പെടണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയുമായിരിക്കും. എന്റെ ഒരു അഭിപ്രായം അതായിരിക്കും. വേറൊരാള് പറയുന്നത് ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കണം, എക്സസൈസ് ചെയ്യണം, മുട്ടയുടെ വെള്ളം കഴിക്കണം, അല്ലെങ്കിൽ അത് കഴിക്കണം, ഇത് കഴിക്കണം, പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കണം, കാർബ് കുറയ്ക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും വേറൊരാള് പറയുന്നത്. സോ അയാളുടെ വ്യൂ പോയിന്റ് അതായിരിക്കും. ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കണം നല്ലതുപോലെ വായിച്ചതിന് ശേഷം അതിൽ നിന്നും ഒരു ചെറിയൊരു ഡെഫിനിഷൻ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരാൾ ഇത് പറഞ്ഞു അങ്ങനെ എഴുതി വെക്കരുത്. ഇതിനെ റെഫറൻസ് ആക്കി വെച്ചിട്ട് നമ്മളൊരു ഡെഫിനിഷൻ ഹെൽത്തിന് എഴുതി ഉണ്ടാക്കുക. അതായത് അത് ചോദിച്ചാ മാം, ലാസ്റ്റ് ആ അസൈൻമെന്റിൽ ആ ഒരു ഡെഫിനിഷന്റെ റെഫറൻസ് ചെയ്ത് നമ്മൾ വേറെ വെക്കണം, നമ്മളെ കയ്യിൽ ഉണ്ടാവണം എന്നല്ലേ? നമ്മുടെ കയ്യിൽ അത് സബ്മിറ്റ് ചെയ്യണ്ട, നമ്മൾ ഇതിനെ ബേസ് ചെയ്ത്. അതാ ചോദിച്ചേ. നിങ്ങൾക്കൊരു ബുക്ക് ഞാൻ തന്നിട്ട് വായിച്ചിട്ട് ആ ബുക്കിന്റെ റിവ്യൂ എഴുതാൻ പറയുമ്പോൾ നമ്മൾ ബുക്ക് മുഴുവൻ എഴുതില്ലല്ലോ. നമ്മൾക്ക് അതിൽ നിന്ന് ആ ബുക്കിനെ കുറിച്ച് മനസ്സിലായത് നമ്മളൊരു ഒന്നില്ലെങ്കിൽ ഒരു സെന്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ പാരഗ്രാഫ് ആയിട്ടോ 2-3 സെന്റൻസുകളായിട്ടോ നമ്മൾ എഴുതി വെക്കില്ലേ, നമ്മൾ അഭിപ്രായം പറയില്ലേ, ഫീഡ്ബാക്ക് പറയില്ലേ. അതുപോലെ തന്നെ കുറെ പേര് പറഞ്ഞ അഭിപ്രായങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ റിലേറ്റ് ചെയ്ത് ഒരു ഡെഫിനിഷൻ എഴുതും. ക്ലിയർ ആയില്ലേ? എല്ലാ അസൈൻമെന്റ്സും ക്ലിയർ ആയല്ലോ? ഈ അസൈൻമെന്റ് മാം ചെയ്യാനുള്ളത് എന്തോ? അസൈൻമെന്റ്സ് എല്ലാം ഇംഗ്ലീഷിലാണല്ലോ മാം? ഒരു ഡൗട്ട്. അതെ, എല്ലാം ഇംഗ്ലീഷിൽ എഴുതണം. എന്താണ് നമുക്ക് ലാസ്റ്റ് ഫൈനൽ എക്സാം വരുന്നില്ലേ? അത് ഇതേപോലെ ഓപ്ഷണൽ എക്സാം ആണോ അതോ എന്താണ് നമുക്ക് ഇങ്ങനെ ഫില്ലിംഗ് ദ ബ്ലാങ്ക് ചൂസ് അതേപോലെ ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ 10 മാർക്കിന്റെ ഒക്കെ അങ്ങനെ വരില്ലേ? അങ്ങനത്തെയാണോ? നിങ്ങൾക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇതുവരെയുള്ള ബാച്ചുകൾക്ക് എന്നുവെച്ചാൽ ഫസ്റ്റ് ബാച്ച് ഇപ്പൊ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ, പ്ലാൻ ചെയ്തിരിക്കുന്നത് MCQ ക്വസ്റ്റ്യൻസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാകും, 4 ഓപ്ഷൻ ഉണ്ടാകും. ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാന്നുള്ളതാണ്. ഇതുവരെയും അങ്ങനെയാണ്. ഇപ്പൊ ഗ്രൗണ്ട് ലെവലിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ് നടക്കുന്നവർക്കൊന്നും അങ്ങനെയല്ല, ഞങ്ങൾക്കൊന്നും അങ്ങനെയായിരുന്നില്ല, ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. ആ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെയും അതിലും വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ഇപ്പോ ടെക്സ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ടെക്സ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ എന്റെ ടെക്സ്റ്റിന്റെ വലിപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ടെക്സ്റ്റ്. ഇതിൽ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആണ്. ടോപ്പിക് തരും, തമ്മിൽ ഡിസ്കസ് ചെയ്യുക, നിങ്ങളുടെ റിവ്യൂ എഴുതുക, ഫീഡ്ബാക്ക് എഴുതുക. അല്ലാതെ വലിയ ടെക്സ്റ്റുകളൊന്നും ആയിരുന്നില്ല. പലതും റെഫർ ചെയ്യുക, ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ മെയിൻ കണ്ടന്റ്സ് ചിലപ്പോൾ കാണും, പക്ഷെ നമ്മൾ അത് വൈഡായിട്ട് നമ്മളത് പിന്നീട് വായിച്ച് മനസ്സിലാക്കണം, വേറെ പല റെഫറൻസ് ചെയ്യുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കോഴ്സ് രീതി. ഞങ്ങൾക്ക് വരുന്നിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ സൈക്കോളജി പാർട്ടില് സൈക്കോളജി പഠിക്കാനുണ്ട് നമുക്ക്, ചൈൽഡ് സൈക്കോളജി, കുട്ടികളുടെ ഡെവലപ്മെന്റ്, അവരുടെ വളർച്ച, അങ്ങനെ ഓരോരോ ഏജിലും അവർക്കുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു പേപ്പറിൽ ഞങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? നിങ്ങളുടെ മുമ്പിൽ ഒരു കുട്ടി ബെഗ് ചെയ്യുന്നത് കാണുവാണെങ്കിൽ, ഭിക്ഷ യാചിക്കുന്നത് കാണുവാണെങ്കിൽ, വാട്ട് യു വിൽ ഡു? ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾക്ക് വരുന്നത്. നിങ്ങളൊരു സ്കൂളിലെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണെന്ന് വിചാരിക്കുക. അവിടെ പാരന്റ്സിന് വേണ്ടിയിട്ടൊരു മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കണം. നിങ്ങൾ എങ്ങനെയാ പ്രൊസസ്? ഇതാണ് മോണ്ടിസോറി സ്കൂളിന്റെ സ്കെച്ച് വരയ്ക്കുക. വിചാരിക്കുന്നേ ഇല്ലെങ്കിൽ നമുക്കറിയില്ല. നമ്മള്
ക്ലാസ്സിലിരുന്ന് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് നമ്മുടെ കോഴ്സിന്റെ കണ്ടന്റിലൂടെ അങ്ങനെ പോയി പല ആക്ടിവിറ്റീസും ചെയ്ത് അസൈൻമെന്റ്സ് കഴിയുമ്പോഴേക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ എഴുതാനായിട്ട് ഓൾമോസ്റ്റ് റെഡി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനൊരു എക്സാമ്പിൾ പറയാനോ ഒരെണ്ണം ചെയ്തത് കാണിക്കാനോ ഒന്നും അങ്ങനെ ഞാൻ ചെയ്യാത്തത്. എന്നിട്ടും ഞാൻ നമ്മുടെ ബാച്ചുകൾക്ക് പലപ്പോഴും നമുക്ക് ടൈം ടേബിൾ പ്രിപ്പറേഷൻ എന്നൊരു പരിപാടി ഉണ്ട്. ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ എത്ര ടൈം ടേബിൾ വരും, എത്ര ടൈപ്പ്, എത്ര എണ്ണം അല്ല, എത്ര ടൈപ്പ് ടൈം ടേബിൾ ഉണ്ട് ഒരു സ്കൂളിൽ? 6 or 7. ടൈപ്പാണ് ഞാൻ ചോദിച്ചത്, എത്ര എണ്ണമല്ല, എത്ര ടൈപ്പ് ടൈം ടേബിൾ ഉണ്ടാവും? എക്സാം കുട്ടികൾക്കൊരു ടൈം ടേബിൾ. No, I am asking about subject timetable. Exam timetable, very good answer. കുട്ടികൾക്കൊരു ടൈം ടേബിൾ, ടീച്ചർമാർക്കൊരു ടൈം ടേബിൾ, പ്രിൻസിപ്പളിന് വേറൊരു ടൈം ടേബിൾ. ഈ 3 എണ്ണം ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടാവും. എന്തൊക്കെയാ ഇത്? കുട്ടികൾക്ക് എന്താ ടൈം ടേബിൾ? ഓരോ പീരീഡിലും ഏത് സബ്ജക്റ്റ് ആണെന്നുള്ളത്. ഞങ്ങള് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സബ്ജക്റ്റിന്റെ കൂടെ ആ സബ്ജക്റ്റ് എടുക്കുന്ന സാറിന്റെ പേരും കൂടെ ഉണ്ടായിരുന്നു. ഷോർട്ട് ഫോമില് ഗിരീഷ് കുമാർ KT എന്നാണെങ്കിൽ GKT എന്ന് ബ്രാക്കറ്റിൽ ഉണ്ടാവും. അതുപോലെ കുട്ടികളുടെ ടൈം ടേബിളിൽ ഡെഫിനറ്റ്ലി സബ്ജക്റ്റ് ഉണ്ടാവും. ടീച്ചർമാരുടെ ടൈം ടേബിളിൽ ഏത് ക്ലാസ്സിലാണ് പോകേണ്ടത് എന്നുള്ളത്. സയൻസ് എടുക്കുന്ന ടീച്ചറുടെ സബ്ജക്ട് സയൻസ് ആണല്ലോ, സോ ടീച്ചർ ഏത് ക്ലാസ്സിലാണ് പോകുന്നത്. പ്രിൻസിപ്പളിന്റെ ടൈം ടേബിളിൽ ഏത് ക്ലാസ്സിൽ ഏത് ടീച്ചറാണ്. ഈ 3 ടൈം ടേബിളിൽ ഡെഫിനറ്റ്ലി ഒരു സ്കൂളിൽ ഉണ്ടാവില്ലേ? ഈ 3 ടൈം ടേബിളും നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? നല്ല കുട്ടികളുടെ ടൈം ടേബിൾ പിന്നെയും ഈസി ആയിരിക്കും. ടീച്ചർമാരുടെ കുറച്ചുകൂടെ നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ ഭയങ്കര സ്ട്രഗിളിങ് ആയിരിക്കും. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ട വന്നു. നമ്മളുടെ പല ബാച്ചിനും ഞാൻ അതൊരു ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാരും കൂടെ ഭയങ്കര ടെൻഷൻ അടിച്ചു. കാരണം ആർക്കും തുടങ്ങാൻ അറിയുന്നില്ല. എനിക്ക് പിന്നെ അവസാനം ഞാൻ ചെയ്തത് ഇമേജ് എടുത്ത് അയച്ചു കൊടുക്കേണ്ടി വന്നു. ഞാൻ എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് കോപ്പി ക്യാറ്റ് എന്നുള്ള പരിപാടി. എന്നിട്ടും എല്ലാരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഇതാണ് ഫോർമാറ്റ്, ബട്ട് ഡോണ്ട് കോപ്പി. ഇതിൽ എന്തെങ്കിലും നിങ്ങൾ ചേഞ്ചസ് ചെയ്തിട്ട് ചെയ്യൂ. നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തത്. പക്ഷെ ആരും ചെയ്യുന്നില്ല. മാം ഒരു ഡൗട്ട്, തേർഡ് അസൈൻമെന്റ് വന്നിട്ട് നമ്മള് 10th ആൾക്കാരത് നമ്മൾ ഹെൽത്തിനെ പറ്റി ചോദിക്കുന്നത് അത് അസൈൻമെന്റിൽ വേണോ അതോ പാരഗ്രാഫ് മാത്രം മതിയോ? വേണ്ട, അത് വേണ്ട. ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെയാണ് തരുന്നത്. ഹെൽത്തിന് ഒരു ഡെഫിനിഷൻ തരുന്നത്. നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ, അതിന് കുഴപ്പമില്ല. 10th എഴുതിട്ട് ലാസ്റ്റ് പാരാഗ്രാഫ് അങ്ങനെയാണോ അതോ പാരാഗ്രാഫ് മാത്രം മതി? ആൻസർ വേണം. കാരണം അല്ലെങ്കിൽ വാല്യൂ ചെയ്യുന്നവർക്ക് എന്താ നിങ്ങൾ ചെയ്തേക്കണേന്ന് മനസ്സിലാവില്ലല്ലോ. ഞാനല്ലല്ലോ വാല്യൂ ചെയ്യുന്നേ. ഞാൻ റിസൾട്ടും ഞാൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഓരോ അസൈൻമെന്റിന്റെയും ആൻസർ ഇങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് അവർക്ക് കൊടുക്കും. ഈ 10 പേരുടെ ആൻസർ അസൈൻമെന്റിൽ വേണം, പിന്നെ ലാസ്റ്റ് പാരാഗ്രാഫ് എഴുതും അല്ലെ? അത് നമ്മൾ ഉൾക്കൊണ്ടിട്ട് 10 പേരുടെയും കളക്ട് ചെയ്ത ഡേറ്റ നിങ്ങളുടെ കയ്യിൽ വെക്കുക. അതിനെ റെഫറൻസ് ആക്കിയിട്ട് ആൻസർ മാത്രം അസൈൻമെന്റ് എഴുതുക. പക്ഷെ അസൈൻമെന്റ് എന്താന്നുള്ള ക്വസ്റ്റ്യൻ എഴുതണം എന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ എന്ത് മനസ്സിലാവില്ല. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഐ എം ശ്രുതി. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാനാണേ മാം. 4 അസൈൻമെന്റ് വന്നില്ലേ? ഫസ്റ്റിന് മാം കളക്ട് ഹെൽത്ത് റിലേറ്റഡ് പ്രൈസസ് എന്ന് പറഞ്ഞു. സെക്കൻഡിന് കമ്പാരിസൺ ഓഫ് ഹെൽത്തി പീപ്പിൾ ആൻഡ് ഇൽ പീപ്പിൾ. അപ്പൊ തേർഡിനും ഫോർത്തിനും ഒരു ഹെഡ് വേണ്ടേ? ഹെഡിങ് വേണ്ടേ? അതാണ് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഞാൻ തരുന്ന ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ തരിക? വാട്ട് ഈസ് ഹെൽത്ത് എന്ന് ഫസ്റ്റിൽ എഴുതുക, എന്നിട്ട് അതിന് നമുക്ക് എന്താണ് മനസ്സിലായത് അത് എഴുതല്ലേ? അതെ, അത് ഇങ്ങനെ എഴുതാം. കളക്ട് ആൻസേഴ്സ് ഓഫ് 10 individuals ഓൺ ദി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഹെൽത്ത്. അതാണെങ്കിൽ ബേസ്ഡ് ഓൺ ദർ ആൻസേഴ്സ് ഡെവലപ്പ് ദ ഡെഫിനിഷൻ. നിങ്ങൾക്ക് എഴുതാം എങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. കളക്റ്റഡ് ആൻസേഴ്സ് ഓഫ് 10 individuals ആൻഡ് പ്രിപ്പയർഡ് ഡെഫിനിഷൻ ഫോർ ഹെൽത്ത് എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഡെഫിനിഷൻ എഴുതുക. നമ്മൾ ചെയ്ത ആക്ടിവിറ്റി അതല്ല, ഇതിന് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അസൈൻമെന്റ് ആയിരുന്നു. ഓക്കെ, നമ്മൾ ചെയ്ത ആക്ടിവിറ്റി 10 പേരെ കണ്ട് കളക്ട് ചെയ്തു. അതിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു ഡെഫിനിഷൻ എഴുതി. എന്നിട്ട് അതിന്റെ താഴെ ഹെൽത്ത് എന്ന് എഴുതി കൊടുത്തിട്ട് ആ ഡെഫിനിഷൻ എഴുതുക.
മാം ഒന്നും കൂടെ പറയും. കളക്ട് ആൻസേഴ്സ് ഓഫ് 10 ഇൻഡിവിജ്വൽസ്. അതായത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ എന്താ നമ്മൾ അസൈൻമെന്റിന്റെ മുകളിൽ ഹെഡിങ് ആയിട്ട് എഴുതുന്നത് കളക്റ്റഡ് ആൻസേഴ്സ് ഓഫ് 10 ഇൻഡിവിജ്വൽസ് ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ഡെഫിനേഷൻ ഫോർ ഹെൽത്ത് ഇസ് പ്രിപ്പയർഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് താഴെ ഹെൽത്ത് ഹെഡിങ് കൊടുത്ത് ആ ഡെഫിനേഷൻ എഴുതുക. മറ്റേതും അങ്ങനെ തന്നെ. കളക്റ്റഡ് ഒപ്പീനിയൻസ് ഓഫ് 10 ഇൻഡിവിജ്വൽസ് about what steps they are taking to remain healthy. ഓഡിയോ ഓഫ് ആക്കാൻ പറയും മാഡം. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും ആ ഒരു ഹെഡിങ് കൊടുത്തിട്ട് ചെയ്യാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്തായാലും അവരെ ഏൽപ്പിക്കും. അപ്പൊ ഈ ഹെഡിങ് വരുമ്പോൾ അവർക്ക് മനസ്സിലാകും എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ ഓക്കെ, ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട്സ് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ we will discuss in the next class, no problem. Okay, so മാം പിന്നെ നമ്മളെ ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ നമുക്ക് ആ ഗ്രൂപ്പിൽ 10 പേരായിട്ടും ചർച്ച ചെയ്തൂടെ? അതൊക്കെ ഇറ്റ്സ് അപ് ടു യു. നോ, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെവലിലുള്ള ആൾക്കാരോട് ചോദിക്കാം, നോ പ്രോബ്ലം. ഓക്കെ മാം, നാലാമത്തെ പറഞ്ഞത് ഇടയ്ക്ക് നെറ്റ് കട്ടായി പോയി. അപ്പൊ നാലാമത്തെ കേട്ടില്ല, ഒന്നുകൂടെ പറയാവോ? ഞാനിത് ക്ലാസ് റൂമിൽ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഇടും. ഓക്കെ, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അറിയുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്തോളൂ. ക്ലാസ് റൂമിൽ ഇത് അസൈൻമെന്റ് ഒന്ന് സബ്മിറ്റ് ചെയ്യാം. ഗ്രൂപ്പിൽ ആഡ് ആയിട്ടാ. ആക്ച്വലി ഹെൽത്തിന് മെയിൻ ആയിട്ടും 4 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് അതെന്താ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? ശരീരത്തിന്റെ ആരോഗ്യം അല്ലെ, ഫിസിക്കൽ ഹെൽത്ത്. പിന്നെയോ മൈൻഡൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്. യെസ്. സോഷ്യൽ ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ വീടിനടുത്തൊരു പുതിയ ഫാമിലി താമസിക്കാൻ വന്നു. നമ്മൾ ഭയങ്കര ഹാപ്പി ആയി, ഒരു ഫാമിലി വന്നല്ലോ, കൂട്ടായോ. പക്ഷെ അവര് ജനൽ തുറക്കുന്നില്ല, വാതിൽ തുറക്കുന്നില്ല. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും ആരെയും മൈൻഡ് ചെയ്യില്ല, ആരെയും നോക്കില്ല, സംസാരിക്കില്ല, ഒന്ന് ചിരിക്കുക പോലുമില്ല. ദേ ആർ നോട്ട് സോഷ്യലൈസിങ്. അവർ സോഷ്യലൈസ് ചെയ്യുന്നില്ല അല്ലെ. ഇപ്പം നമുക്ക് ചുറ്റുപാടുള്ളവര് എല്ലാരും അവിടെ ഭയങ്കര സോഷ്യലൈസ് ചെയ്യുന്ന ഒരു ഫാമിലികളാണ്. പക്ഷെ ഈ ഒരു ഫാമിലി വന്നപ്പോൾ ഇങ്ങനെ ചെയ്തു. സോ ദാറ്റ് മീൻസ് അവരുടെ സോഷ്യൽ ഹെൽത്തിൽ എന്തോ ഒരു പ്രോബ്ലം അല്ലെ. സോ സോഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ് കോണ്ടാക്ട് ആണ്. ലൈക്ക് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്നു, എങ്ങനെ മിങ്കിൾ ചെയ്യുന്നു, നമ്മളുടെ കോൺഫിഡൻസ്, നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആവുന്നത്, നമ്മളുടെ ഒരു ശുഭാപ്തി വിശ്വാസം, നമ്മൾക്ക് ആളുകളോടുള്ള ഒരു റെസ്പെക്ട്, ആളുകളെ നമ്മൾ കൺസേൺ ചെയ്യുന്നു, അങ്ങനെയുള്ള എല്ലാം വരും. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ലൈഫിനോട് കാണിക്കുന്നത്, ഇതെല്ലാം സോഷ്യൽ ഹെൽത്തിൽ വരും. പിന്നെ ആ ഒരു പോസിറ്റീവ് ആസ്പെക്ട് ലൈഫിനോട് കാണിക്കുന്നു, ലൈഫ് എൻജോയ് ചെയ്യുന്നു. ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും, പക്ഷെ അതെല്ലാം മാനേജ് ചെയ്ത് വളരെ പോസിറ്റീവായി ജീവിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ദാറ്റ് ഈസ് സോഷ്യൽ ഹെൽത്ത്. അതായത് നമ്മൾ ആളുകളെ പരിചയപ്പെടുന്നു. നമ്മൾക്ക് പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ അപ്പോഴേ തന്നെ അത് ഉപേക്ഷിക്കുന്നു, അതിൽ മടിയൊന്നും കാണിക്കണ്ട. അപ്പൊ അങ്ങനെ നമ്മള് പിന്നെ എല്ലാരെയും സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെ. സോ നമ്മൾക്ക് പറ്റുന്ന ഒരു കണക്ഷൻസ് ആണ് നമ്മളുടെ ആ ഒരു വൈബിൽ വരും. സോ വി ആർ ഓൾ ഹാപ്പി ടുഗദർ. അവരുമായിട്ട് നമുക്കൊരു ഹാപ്പിനെസ് ആണ്. അതേസമയം ടോക്സിക് ആണ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡീൽ വിത്ത് ദം, ജസ്റ്റ് ലീവ്, അത്രയേ ഉള്ളൂ. സോഷ്യൽ ഹെൽത്ത് എന്നുള്ളത് അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും, നമുക്ക് പലപ്പോഴും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാകും. സൊസൈറ്റിയോടും നമ്മൾ കമ്മിറ്റഡ് ആണ്, സൊസൈറ്റിയോടും നമ്മൾ റെസ്പോൺസിബിൾ ആണ് അല്ലെ. ഇതെല്ലാം നമ്മൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് സോഷ്യൽ ഹെൽത്ത്. PDF ഇല്ല, എന്നാലും ജസ്റ്റ് ഹെൽത്ത് വന്നപ്പോ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ദെൻ ഫോർത്ത് ഇപ്പൊ നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് പറഞ്ഞു. ഫിസിക്കൽ ഹെൽത്തിന്റെ പല കാര്യങ്ങളും നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റിലും പഠിച്ചു അല്ലെ. ഫിസിക്കലി ഹെൽത്തി ആയിരിക്കാനും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാനും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളത്. മെന്റൽ ഹെൽത്ത് നമുക്കിനി വേറൊരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. എന്നാലും നമുക്ക് അരിസ്റ്റോട്ടിൽ പറഞ്ഞ കാര്യവും ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസിലും നമ്മൾക്ക് വരുന്നുണ്ട്. ഹെൽത്തിന്റെയും
മൈൻഡിന്റെ ഹെൽത്തിന്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് നമുക്ക് ആ ഒരു ചാപ്റ്ററും വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് മെന്റൽ ഹെൽത്ത്. സോഷ്യൽ ഹെൽത്ത് നമ്മൾ പറഞ്ഞു, നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടി ലൈഫിനെ കാണുന്നു, നമ്മൾ ജീവിക്കുന്നു, ലൈഫിൽ വരുന്ന അപ്പ് ആൻഡ് ഡൗൺസ് നമ്മൾ മാനേജ് ചെയ്യുന്നു, നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കുന്നു, നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കുന്നു പലതിനോടും, നമ്മളുടെ ഡ്യൂട്ടീസ് നമ്മൾ വളരെ ഹാപ്പി ആയിട്ടും നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്യുന്നു. സ്ട്രെസ് വരുന്നാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുമ്പോൾ നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കുന്നു. അങ്ങനെയുള്ള രീതിയിലെല്ലാം പോകും. ഓക്കെ, അതാണ് സോഷ്യൽ ഹെൽത്ത് വരുന്നത്. ദെൻ സ്പിരിച്വൽ ഹെൽത്ത്. എന്താണ് സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത്? സ്പിരിച്വൽ ഹെൽത്ത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാരും പല റിലീജിയസ് ബിലീഫിലുള്ളവരാണ്, പല ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നവരാണ് അല്ലെ. പലരുടെയും ആചാര അനുഷ്ഠാനങ്ങൾ ഡിഫറെന്റ് തന്നെയാണ്. ബട്ട് വി ആർ റെസ്പെക്ടിങ് ഓൾ ദ റിലീജിയൻ. എല്ലാ റിലീജിയനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. എല്ലാ റിലീജിയനും പറയുന്നത് എന്താണ്? ലവ്, പീസ്, ഹാർമണി, ബ്രദർഹുഡ് അല്ലെ. സ്നേഹം, സന്തോഷം, സാഹോദര്യം അല്ലെ. അതാണ് എല്ലാ റിലീജിയന്റെ റിഫ്ലക്ഷൻസ് അതാണ്. ഓക്കെ, സോ എല്ലാത്തിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. എല്ലാരെയും അപ്പൊ ഈ ചെറുപ്പം തുടങ്ങിയ നമ്മൾ അങ്ങനെ ഒരു ഇത് ഫോളോ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഈ വാല്യൂസാ വരുന്നത്. ലവ്, പീസ്, ഹാർമണി എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസിന്റെ ഒരു പീക്കാണ് കേട്ടോ. സ്നേഹം, സമാധാനം, സന്തോഷം, ദെൻ ബ്രദർഹുഡ്, സാഹോദര്യം. ഇതാണ് നമ്മളിൽ കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മളുടെ ബിഹേവിയറിൽ വരുക. അത് നമ്മൾ പ്രായമായവരോട് കാണിക്കുന്നു, ചെറിയ കുട്ടികളോട് കാണിക്കുന്നു, നമ്മളുടെ പ്രായത്തിലുള്ളവരോട് കാണിക്കുന്നു, ഈ എല്ലാ ആറ്റിറ്റ്യൂഡ്സും. പിന്നെ ഇവിടെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാവരും അവരവരുടെ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുന്നു. വേറൊരാളുടെ ഓപ്പർച്യൂണിറ്റി തട്ടിത്തെറിപ്പിക്കുക എന്നുള്ള ജോലി നമുക്കില്ല. ഇതെല്ലാമാണ്. എല്ലാ സ്പിരിറ്റിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. എല്ലാവരുടെയും ഉള്ളിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്, ഒരു എനർജി ഉണ്ട്, ഒരു ആത്മാവുണ്ട്, സോൾ ഉണ്ട് അല്ലെ. എല്ലാ സോൾസും, ആ എല്ലാ സോളിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ എല്ലാവരോടും പെരുമാറുന്നു. നമ്മുടെ ബിഹേവിയർ, ഈ വാല്യൂസ് എല്ലാം നമ്മളിലേക്ക് വരുന്നു. അത് നമ്മളുടെ ബിഹേവിയറിൽ വരുന്നു. ആ ബിഹേവിയർ ആണ് നമ്മൾ എല്ലാ ആളുകളോടും കാണിക്കുന്നത്. യങ്സ്റ്റേഴ്സിനോടാണെങ്കിലും എൽഡേഴ്സിനോടാണെങ്കിലും ഒത്തിരി ചെറിയ കുട്ടികളോടാണെങ്കിലും ഒക്കെ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 ആസ്പെക്ട്സ് മനസ്സിലായല്ലോ. ഫിസിക്കൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്തിന്റെ പല കാര്യങ്ങളും ഫസ്റ്റ് യൂണിറ്റിലും സെക്കൻഡ് യൂണിറ്റിലുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. മെന്റൽ ഹെൽത്ത് നമുക്ക് വരുന്നുണ്ട് ഒരു ചാപ്റ്റർ. പിന്നെ ദെൻ സോഷ്യൽ ഹെൽത്ത്, വെരി ഇമ്പോർട്ടന്റ്. നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ്, പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ലൈഫ്. അത് ദെൻ സ്പിരിച്വൽ ഹെൽത്ത് നമ്മളുടെ ബിഹേവിയർ ടു ഓൾ ദ പീപ്പിൾ. എങ്ങനെയുള്ള ആളുകളാണെങ്കിലും, നമ്മുടെ വീട്ടിൽ സഹായം ചോദിച്ച വരുന്ന ഒരാളാണെങ്കിലും നമ്മുടെ ബിഹേവിയർ ടു ഓൾ, അതാണ് സ്പിരിച്വൽ ഹെൽത്ത് വരുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്ന പല ബിലീഫും ട്രഡീഷൻസും എല്ലാം ഇതിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ബിഹേവിയറിലേക്ക്, ഈ ഒരു പോസിറ്റീവ് ബിഹേവിയറിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ആണ് ഇതെല്ലാം. അല്ലാതെ റിലീജിയൻ ഒന്നും വഴക്കുണ്ടാക്കാനോ ഒന്നും ഉള്ളതല്ല. അതൊക്കെ ആളുകൾ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പല ആളുകളും അവരുടെ ചില നിലനിൽപ്പിനും അവരുടെ കുറെ ആവശ്യങ്ങൾ നടക്കാനുമാണ്. അല്ലാതെ ഒരിക്കലും ഒരു റിലീജിയനും അങ്ങനെ തമ്മിത്തലിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് 4 ആസ്പെക്ട്സ് ഹെൽത്തിന്റെ. നിങ്ങൾ ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ യു ക്യാൻ മേക്ക് മോർ പോയിന്റ്സ്. നിങ്ങൾക്ക് റെഫർ ചെയ്ത് കൂടുതൽ പോയിന്റ്സ് ആക്കാം. ക്ലാസ്സിൽ പലപ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാകും. ഇത് അല്ലെങ്കിൽ വീട്ടിലെ പല കാര്യങ്ങൾ കൊണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. പറ്റുന്നവരെ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദാറ്റ് ഇസ് അവർ സ്പിരിച്വൽ ഹെൽത്ത്. സോഷ്യൽ ഹെൽത്ത്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു 4 ആസ്പെക്ട് നമ്മളുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരിക. നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മളുടെ മെന്റൽ ഹെൽത്ത്, നമ്മളുടെ സോഷ്യൽ ഹെൽത്ത്, ദെൻ നമ്മളുടെ സ്പിരിച്വൽ ഹെൽത്ത്. ഈ 4ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആസ് എ പേഴ്സൺ നമ്മൾ ഓരോരുത്തർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതെല്ലാം. പിന്നെ നമ്മൾക്കറിയാം നമ്മളുടെ ഹെൽത്തിനെ പല ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. എന്താ ഹെൽത്തിനെ, നമ്മുടെ ആരോഗ്യത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഞാൻ സമയത്ത് ഉറങ്ങുന്നില്ല, സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്താൽ അതെന്റെ ഹെൽത്തിനെ ബാധിക്കില്ലേ? ഭക്ഷണം, നമ്മളുടെ യെസ്, ഭക്ഷണം, നമ്മളുടെ മറ്റുള്ള ശീലങ്ങൾ അല്ലെ, സ്ലീപ്പിംഗ്, ലാക്ക് ഓഫ് സ്ലീപ്പ്, ലാക്ക് ഓഫ് എക്സസൈസസ്, ന്യൂട്രീഷ്യസ് അല്ലാത്ത ഫുഡ് കഴിക്കുക, ബാലൻസ്ഡ് ഡയറ്റ് നോക്കാതിരിക്കുക
അല്ലെ? സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തന്നെ അതൊരു പ്രശ്നമാണ്. ഓക്കെ, അതെല്ലാം നമ്മളുടെ ആരോഗ്യത്തെ ബാധിക്കും. ഇനി ശരി, എന്റെ അച്ഛന് ഷുഗർ വന്നു, സോ എനിക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. അതെന്തായിരിക്കും? ഹെറിഡിറ്റി അല്ലെ? ഹെറിഡിറ്ററി. ഓക്കെ, അപ്പൊ അതും വരും. ഓക്കെ, പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് സമയത്ത്, ഞാൻ എപ്പോഴും ഭയങ്കര സ്ട്രെസ്സിലാണ്, ഭയങ്കര ടെൻഷനിലൊക്കെ ഇരിക്കുക. ആരുടെ ഓണാണ്? വീഡിയോ എല്ലാം ഓഡിയോ ക്ഷമ. ഓക്കെ, താങ്ക് യു. അപ്പം പക്ഷെ ഞാൻ എപ്പോഴും എന്തൊരു ചെറിയ കാര്യം കേട്ടാലും അപ്പോഴേ ഡൗൺ ആവും, അപ്പോഴേ അല്ലെങ്കിൽ ദേഷ്യം വരും, ഷൗട്ട് ചെയ്യും. സോ ദാറ്റ് മീൻസ് എന്റെ മെന്റൽ ആറ്റിറ്റ്യൂഡും എന്റെ ഹെൽത്തിനെ ബാധിക്കും. എത്ര ഭക്ഷണം കഴിച്ചാലും ശരീരത്തിൽ പിടിക്കില്ല. സോ എന്റെ മെന്റൽ ആറ്റിറ്റ്യൂഡ് ദാറ്റ്സ് ഓൾസോ ഇൻഫ്ലുവൻസ് മൈ health. Positive attitude means that will add many miracles to your life, അല്ലെ? ഹെൽത്തും നമ്മളുടെ പവറും നമ്മളുടെ മെന്റൽ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല. നമ്മളുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ്, നമ്മൾ എങ്ങനെ കാണുന്നു, ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു. നമുക്കറിയാം, നമ്മളുടെ ഒക്കെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ പ്രായമായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന്, എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ സംഭവിച്ചു പലരെ നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതൊരു ദുഃഖം തന്നെയാണ്, വേദന തന്നെയാണ് എക്കാലം ഉള്ളത്. അല്ല, അവര് പിന്നെ ഇല്ല, അവർക്ക് പകരം വെക്കാനും ഒന്നുമില്ല. സോ അതൊരു നമുക്ക് ലൈഫ് ലോങ് നമ്മളുടെ ഒരു ദുഃഖം തന്നെയാണ്. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന് അത് നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടു. പിന്നെ അത് ക്ലിനിക്കൽ ഡിപ്രഷൻ ആവും, ട്രീറ്റ് ചെയ്യാതെ മാറാത്ത അവസ്ഥയിലേക്ക് പോകും. അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഒരു നഷ്ടം എനിക്ക് സംഭവിച്ചു, ബട്ട് എനിക്കത് മാനേജ് ചെയ്യണം. കാരണം വേറെ പലരും എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ചുറ്റും ജീവിക്കുന്നുണ്ട്, അവരെയൊക്കെ ടേക്ക് കെയർ ചെയ്യണം. സോ ഞാൻ ഈ സ്ട്രെസ് മാനേജ് ചെയ്തേ പറ്റൂ. സോ അതിന് എനിക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ ഐ ക്യാൻ എനി റെമഡീസ്. നമുക്ക് ആരുടെയെങ്കിലും സഹായം തേടാം, ആരോടെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, വാട്ട് ഷുഡ് ഐ ഡു എന്നൊക്കെ ചോദിക്കാം. ഇത് കാരണം എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു നമുക്ക് അതിന് പറ്റുന്ന ആളുകളുടെ അടുത്തുനിന്ന്, എക്സ്പേർട്ട് ആയിരുന്ന ആളുകളുടെ സഹായം ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മളിത് ഒരു രീതിയിലും സോർട്ട് ഔട്ട് ചെയ്യുന്നില്ല, മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. ഈ ഡിപ്രഷൻ വീണ്ടും നിൽക്കുമ്പോഴാണ് ക്ലിനിക്കൽ ഡിപ്രഷനായിട്ട് മാറും. ക്ലിനിക്കൽ ഡിപ്രഷൻ ആവുമ്പോഴേക്കും പല രീതിയിലുള്ള ഡിസോർഡർ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടവരും മെഡിസിൻസ് ഒക്കെ കഴിക്കേണ്ടതായിട്ട് വരും. ഇനി ചിലരിൽ ഈ ഡിപ്രഷൻ പോവില്ല, അവരിൽ അതിങ്ങനെ ആ ഒരു രീതിയിലും ഇതാവാൻ വരുമ്പോൾ അവരിൽ സൂയിസൈഡ് തോട്ട്സ് വരും. അപ്പൊ നമ്മളുടെ ചുറ്റുമുള്ളവരെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ആരെങ്കിലും ഇതുപോലെ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് അവിടെ ഇടപെടാൻ പറ്റുന്ന സ്പേസ് ഉള്ള സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇടപെട്ട് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് പഠിക്കുന്നുണ്ട് ഈ ഒരു പാർട്ടില്. ശരീരത്തിന് മുറിവ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ക്യൂർ ചെയ്യാം, അല്ലെങ്കിൽ തീപ്പൊള്ളലേറ്റാൽ എങ്ങനെ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് കഴിഞ്ഞ ഒരാൾക്ക് അയാളെ കരക്കെടുത്തു കഴിഞ്ഞാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം, സ്നേക്ക് ബൈറ്റ് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ, ഇടിമിന്നലേറ്റാൽ നമ്മൾ എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ മനസ്സിനൊരു മുറിവേറ്റാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു മാത്രം നമ്മൾ പലരും പെട്ടെന്ന് ചിന്തിക്കാറില്ല. സോ അതുമുണ്ട് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അപ്പൊ മനസ്സിനൊരു മുറിവേറ്റ് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, എത്രയും പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അല്ലെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. കുറെ കാലം കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ ഫസ്റ്റ് എയ്ഡ്? പ്രഥമ ശുശ്രൂഷ. അതെ, അത് ശരീരത്തിനേറ്റ മുറിവിനാണെങ്കിലും ശരി, മനസ്സിനേറ്റ മുറിവിനാണെങ്കിലും കൊടുക്കണം അല്ലെ. മനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് അത് ആ അസുഖം പഴകി വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്. അവര് ചിലപ്പോൾ സൂയിസൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അയ്യോ ഇന്നലെ കൂടി ഞാൻ കണ്ടതാണല്ലോ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതായെന്ന് മനസ്സിലായില്ല. ആള് കുറച്ച് ഡൗൺ ആയിട്ട് തോന്നി കഴിഞ്ഞ ദിവസങ്ങളിൽ. പിന്നീട് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ തോന്നിയാൽ നമ്മൾക്ക് ഇടപെടാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ ഇടപെടുക, അല്ലെങ്കിൽ അതിന് പറ്റിയ ആരെ കൊണ്ടെങ്കിലും ഇടപെടിക്കുക. അതാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അത് ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആക്ച്വലി നിങ്ങളുടെ സിലബസിൽ ഇല്ല, ബട്ട് ഐ വിൽ ടേക്ക്. കാരണം ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് മാത്രമല്ല, ഏതൊരു പേഴ്സണും ലിവിങ് ഹ്യൂമൻ ബീയിങ്ങിന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. അത് മെന്റൽ ഹെൽത്തിന്റെ ഒപ്പം ഞാൻ എടുത്തു തരും കേട്ടോ.
എന്തിനാ സിലബസിൽ ഇല്ലാത്തത് പഠിപ്പിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ വേഗം ചോദിക്കും. ഇല്ല മിസ്സേ. അത് നമ്മൾ അറിയണം. കാരണം വി ക്യാൻ ഡു മെനി തിങ്സ്. അതുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെ പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ. അതുകൊണ്ടാട്ടോ പറയുന്നത്. കാരണം നിങ്ങൾ എന്തായാലും നമുക്കൊരു ഉപജീവന മാർഗം, ലൈവ്ലിഹുഡ് ആയിരിക്കാം, അതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ കോഴ്സിൽ ചേർന്ന് ഒരു ഇൻകം വേണം. നമ്മൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം. യെസ് ഡെഫിനറ്റ്ലി. ബട്ട് വാട്ട് എവർ വി ആർ ഡൂയിങ്, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ കമ്മിറ്റഡ് ആണ് അല്ലെ. സോഷ്യൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത് എല്ലാം വരുന്നുണ്ട്. നമ്മൾ കമ്മിറ്റഡ് ആണ്, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത്രയും കുഞ്ഞുങ്ങളാണ് വരുന്നത്. അവര് ഡിഫറെന്റ് എൻവയോൺമെന്റിൽ നിന്നാണ് വരുന്നത്, വീടുകളിൽ നിന്നാണ് വരുന്നത്. ഓരോ കുട്ടിക്കിടയിലും നമ്മൾക്ക് നല്ല രീതിയിൽ ഇന്റർവെൻഷൻ നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫാമിലിയിൽ അത് വ്യത്യാസം വരുന്നത്. അങ്ങനെ ഫാമിലികളിൽ വ്യത്യാസം വരുമ്പോൾ അത് ആ സൊസൈറ്റി തന്നെ ഡിഫറൻസ് വന്നു. സോ ഇൻ എഫക്ട് നിങ്ങൾ നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ നിങ്ങൾ ബിൽഡ് ചെയ്യുവാണ്. സോ യുവർ റെസ്പോൺസിബിലിറ്റി മീൻസ് ഇറ്റ്സ് വെരി ഗ്രേറ്റ്. നിങ്ങൾ ചെയ്യുന്നൊരു ഡിവൈൻ പ്രോസസ് ആണ്, ഡിവൈൻ ആയിട്ടുള്ള കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എനിക്കിത് റെലവെന്റ് ആണെന്ന് തോന്നിയത്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത് റെലവെന്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതും കൂടെ ഇതിന്റെ കൂടെ ചേർക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. പിന്നെ യു ക്യാൻ സേ യുവർ ഓൺ ഒപ്പീനിയൻസ്. നിങ്ങൾ പറയണം ഞാൻ പറയുന്നത് ഒരു റെലവെന്റ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്ലീസ് പോയിന്റ് ഔട്ട്, ചൂണ്ടിക്കാണിക്കൂ. മാം അത് ശരിയല്ല, അതങ്ങനെയല്ല പറയേണ്ടത്. അത് ഞാൻ വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഞാൻ അതെല്ലാം വെൽക്കം ചെയ്യും. അല്ലാണ്ട് ഞാൻ പറയുന്നത് മാത്രം പ്ലീസ് ദയവ് ചെയ്ത് കേട്ടിരിക്കല്ലേ. ഓക്കെ, നമുക്കൊരു ഡിസ്കഷൻ ഫോറം ആണ്. ഈ ഒരു പ്ലാറ്റ്ഫോം ഇതിനെല്ലാം യൂസ് ചെയ്യാം. ഓപ്പർച്യൂണിറ്റീസ് ആർ ലൈക്ക് ഹെയിൽ സ്റ്റോൺസ്. അവസരങ്ങൾ എന്ന് പറയുന്നത് ആലിപ്പഴം പോലെയാ. ആലിപ്പഴം എപ്പോഴും ഉണ്ടോ? ഇല്ല. കിട്ടുമ്പോ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് സൈൻ ഇൻ. അതൊന്നും മടിക്കരുത്. ആക്ഷൻ സോങ് ചെയ്യാനൊന്നും മടിക്കരുത്. ഇങ്ങോട്ട് പറയണം ഞാൻ ഇന്നൊരു ആക്ഷൻ സോങ് ചെയ്യാം. ആക്ഷൻ സോങ് വീഡിയോ ഓൺ ചെയ്ത് ചെയ്യണേ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ്. താങ്ക് യു മാം. ഓക്കെ, ബൈ. താങ്ക് യു മാം. സൈനിങ് ഓഫ് ഉണ്ട് മാം. താങ്ക് യു മാം. Good afternoon, ma'am. My name is Sanju ma'am. Thank you ma'am. My name is Sanju ma'am. Jisha ma'am, thank you so much for taking today classes. Important of the health education and assignment and activity for the health. Today classes for because valuable. I really appreciate all your hard work and effort in make the lesson encouraging and informative. You are an amazing teacher and we lucky to you have. My heart health thanks to all the students who participated and support for today's classes. Everyone, please forgive me for the mistake in my speech. Have a great day and thank you all. Thank you, ma'am. Thank you ma'am. എത്രയും പെട്ടെന്ന് നാളത്തെ പ്രയറിന്റെയും സൈനിങ് ചെയ്യുന്ന ആരുടെയും ചോദിച്ചു നോക്കൂ. Thank you ma'am. Thank you ma'am. Thank you ma'am. Thank you, ma'am. Thank you ma'am.